ഹാപ്പി ബർത്ത്ഡേ മോനെ. ഹാപ്പി ബർത്ത്ഡേ മോനെ. ഹാപ്പി ബർത്ത്ഡേ ചോപ്പ. ദൈവത്തിൻ്റെ അനുഗ്രഹം കൃപയും എപ്പോഴും കൂടെ ഉണ്ടാകട്ടെ. ആയുസ്സും ആരോഗ്യം തന്ന ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ. എല്ലാവിധ നന്മകളും ആയുസ്സും ആരോഗ്യവും ചോപ്പന് നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ഹായ് ചോപ്പ, വിഷ് യു ഹാപ്പി ബർത്ത്ഡേ ബ്രോ. ഹാപ്പി ബർത്ത്ഡേ ജോപ്പൻ. നമ്മളൊക്കെ ഒത്തിരി ബിസി ആയിരുന്നു. നമുക്ക് ഹോംവർക്കിന് അസൈൻമെന്റ്സ് ഒക്കെ പെൻഡിങ് ആയിരുന്നു. പിന്നെ എക്സാംസും വരുവാതാ. God bless you. Happy birthday ജോപ്പൻ. പിന്നെ may God bless you. ഹാപ്പി ബർത്ത്ഡേ ചോപ്പ. Hi Betsa, many more happy returns of the day. അളിയ പൊന്നളിയ മുത്ത ചക്കര പജ്ജാര മാണിയെ വിഷ് യു മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ മാൻ. ഗോഡ് ബ്ലെസ് യു. Happy birthday Betsa, God bless you. ഹലോ ബെറ്റ്സൺ ചേട്ടൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ജോസൂട്ട. അപ്പൊ ജോസൂട്ടാന്ന് ഞാൻ പറയാൻ കാരണം വേറൊന്നല്ല, കുറച്ചധികം വർഷം പുറകോട്ട് ചിന്തിക്കുമായിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്, എൻ്റെ ലൈഫിലെ മോസ്റ്റ് ഇറിറ്റേറ്റിംഗ് പേഴ്സൺ ആയിട്ട് ചിന്തിച്ചത് നിന്നെയായിരുന്നു. എനിക്കൊന്നും നിനക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ പിന്നെയും കുറച്ചുകൂടെ പുറകോട്ട് ചിന്തിക്കുമായിരുന്നു. ഐ മീൻ നിന്റെ ബർത്ത് ടൈം ആ ടൈമിലൊക്കെ ചിന്തിക്കുമായിരുന്നെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു അനിയന് വേണ്ടി പ്രാർത്ഥിച്ച് കിട്ടിയൊരു കുഞ്ഞാണ്, അല്ലെങ്കിൽ ഒരു അനിയനാണ് നീ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ പപ്പയുടെ ഫാമിലിയിൽ എല്ലാവർക്കും നമ്മുടെ കസിൻസ് എല്ലാം രണ്ട് പേരായിട്ടായിരുന്നു. കാരണം ഹണിക്ക് റോണി ഉണ്ടായിരുന്നു, സാമിന് സച്ചു ഉണ്ടായിരുന്നു. അപ്പം 6 വർഷം, അതിൻ്റെ 6 വയസ്സ് വരെ എനിക്ക് ആരും ഒരു സിബ്ലിങ്സ് ആരും ഇല്ലായിരുന്നു. അപ്പൊ ഇവര് ഈ 2 പേരും എൻ്റെ അപ്പുറം ഇപ്പുറമായിരുന്നു. ഇവർ 2 പേർക്കും അനിയന്മാര് ആയിട്ട് കളിക്കുന്ന കാണുമ്പോൾ സീരിയസ്ലി എൻ്റെ ആ ചെറിയ പ്രായത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്നതാണ് എനിക്കൊരു അനിയനെ തന്നെ വേണമെന്ന്. കാരണം ചേച്ചിക്കും ഒരു അനിയനാണ്, സാമിനും ഒരു അനിയനാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ എനിക്ക് അനിയനെ തന്നെ വേണമെന്ന് നമ്മുടെ മമ്മി പ്രാർത്ഥിച്ചതുപോലെ തന്നെ എനിക്കൊരു അനിയനെ വേണമെന്ന് പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു മുതലാണ് നീ. പക്ഷെ നമ്മള് കുട്ടിക്കാലം കുറച്ചിങ്ങനെ വളർന്ന് വരുമ്പോൾ നമ്മുടെ ടീനേജ് കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി നമ്മുടെ സിബ്ലിങ്സിനോട് നമുക്കൊരു ദേഷ്യം വരും, മൂത്തവർക്ക്. എസ്പെഷ്യലി ഇത്രയും 6 വയസ്സ് വർഷങ്ങളോളം തനിയെ നിന്നവർക്ക് പെട്ടെന്നൊരു സിബ്ലിങ്സിനെ കാണുമ്പോൾ ദേഷ്യം വരും എന്നാണ് ഈ ലോക സഹജമായി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ അവിടെ നിന്നെല്ലാം കിടന്ന് ഇപ്പോ എസ്പെഷ്യലി എൻ്റെ മാരേജിന് ശേഷം റിയലി ഐ മിസ് യു സോ മച്ച്. അത് പറഞ്ഞെനിക്ക് ചിലപ്പോൾ ഇപ്പോഴും നമ്മൾ വഴക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. അത് അപ്പാർട്ട് ഫ്രം ദാറ്റ് അതൊക്കെ ഒരു ഭാഗമാണല്ലോ. പക്ഷെ ഐ എം സീരിയസ്ലി ടെല്ലിങ് യു ഐ മിസ് യു സോ മച്ച് ആൻഡ് ഹാപ്പി ബർത്ത്ഡേ. കഴിഞ്ഞ 25 വർഷമായിട്ട് എൻ്റെ കൂടെ എനിക്ക് പാര പണിഞ്ഞും എനിക്ക് വഴക്കുണ്ടാക്കാനും എന്നെ വഴക്കുണ്ടാക്കാനും എന്നെ സ്നേഹിക്കാനും എല്ലാം എൻ്റെ കൂടെ നീ 25 വർഷമായിട്ട് ഇങ്ങനെ എൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇത്തിൽ കണ്ണു പോലെ പിടിച്ചേക്കുവാണ്. ഹാപ്പി ബർത്ത്ഡേ. ഗോഡ് ബ്ലെസ് യു.